പ്ലസിലേക്ക് സ്വാഗതം. വയനാടിൻ്റെ സങ്കടം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൻ്റെ തീവ്രത നമ്മുടെ സംസ്ഥാനം ഏകദേശം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ സങ്കടം ഒഴിഞ്ഞു മാറിയിട്ടില്ല. അതൊരു വലിയ ദുരന്തമായി തന്നെ ദേശീയ തലത്തിലും പലരും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനൊരു ദുരന്തത്തിൻ്റെ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ തീവ്രത ശരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടു കൂടി തന്നെ ആ തീവ്രത കൂടുതലായി വർദ്ധിച്ചു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അവഗണിക്കാൻ കഴിയുകയില്ല. പക്ഷേ വയനാടിൻ്റെ ഈ മണ്ണിൽ തന്നെ ഇതാ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് മിക്കവാറും സെപ്റ്റംബർ അവസാനത്തോടു കൂടിയോ ഒക്ടോബർ ആദ്യ വാരത്തോടു കൂടിയോ തന്നെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനവും വൈകാതെ വന്നേക്കും. ഇവിടെ ഈ വയനാട്ടിലേക്കുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ആ സീറ്റ് ഒഴിഞ്ഞതിനെ തുടർന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ വരുന്നതും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. ഒരു കാര്യവുമില്ലാതെ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിജയമാണ് പ്രിയങ്ക ഗാന്ധിയുടേത്. തീർച്ചയായും പ്രിയങ്ക ഗാന്ധി അവിടെ ജയിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് എത്രയെന്ന് പറയാൻ കഴിയാത്ത വിധം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ട കാര്യം. അവിടെ ആരാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യമൊന്നും തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക വരും എന്നുള്ളത് തീർച്ചപ്പെട്ടു. കാരണം കഴിഞ്ഞ വയനാട് ദുരന്തത്തിനെ തുടർന്ന് തന്നെ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു. അവർ 3 ദിവസം വരെ വയനാട്ടിൽ തങ്ങി വയനാടിൻ്റെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അവർ സന്ദർശിക്കുകയും ചെയ്തു. അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് എന്ന് പറയാനൊന്നും ഞങ്ങൾ ആളല്ല. പക്ഷേ എന്തായാലും വയനാടിനോടുള്ള നെഹ്റു കുടുംബത്തിൻ്റെ ഒരു കൂറ് എന്തായാലും അവിടെ കാണിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ അതിനെ അംഗീകരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിലും അവരുടെ വോട്ട് മിക്കവാറും നെഹ്റു കുടുംബത്തിൻ്റെ പ്രതിനിധിയായി മത്സരിക്കാൻ എത്തുന്ന പ്രിയങ്ക ഗാന്ധിക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. പക്ഷേ അവിടെ ഒരു വൻ നീക്കം നടത്താൻ LDF വലിയ പ്ലാൻ ചെയ്യുമോ എന്നുള്ള കാര്യത്തിലേ നമുക്കൊരു സംശയമുള്ളൂ. കാരണം എന്തെല്ലാം ചെയ്താലും അവിടെ ജയിച്ചു കയറില്ലെന്നറിയാം. പക്ഷേ വോട്ട് പെർസെൻറ്റേജ് കൂട്ടാനായിട്ട് LDF സടകുടഞ്ഞെഴുന്നേൽക്കാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. വിജയം അവർക്ക് ഒരു തരത്തിലും ഉറപ്പാക്കാൻ കഴിയില്ല. അവർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ 2 സ്ഥലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ഒന്ന് പാലക്കാടും മറ്റൊന്ന് ചേലക്കരയിലും. ഈ പാലക്കാട് ഷാഫി പറമ്പിൽ രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ പോയി. അദ്ദേഹം മഹാഭൂരിപക്ഷത്തിൽ ജയിച്ചു. മറ്റൊരാൾ ശ്രീ രാധാകൃഷ്ണനാണ്. CPMൻ്റെ ഏറ്റവും ഗ്ലാമർ താരങ്ങളിൽ ഒന്നായ രാധാകൃഷ്ണൻ ചേലക്കര നിന്നും ചേലക്കര രാജിവെച്ച് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അദ്ദേഹവും ജയിച്ചു പോവുകയുണ്ടായി. അപ്പോൾ ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലും പുതിയ ബൈ ഇലക്ഷനും ലോക്സഭാ മണ്ഡലമായ വയനാട്ടിലെ ബൈ ഇലക്ഷനും നടന്നേക്കാം. അങ്ങനെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം CPM അവരുടെ തിരിച്ചടിയെ മറികടക്കാൻ ഉതകുന്ന വിധത്തിലുള്ള വലിയ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ സൂചനകളാണ് അടുത്ത കാലത്ത് പല ഭരണ രംഗത്ത് തന്നെ ജനങ്ങൾക്ക് അനുകൂലമായ പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് CPM. അതിൽ ഈ പലപ്പോഴും വലിയ പദ്ധതികൾക്ക് മുൻഗണന നൽകിയാണ് ഇതുവരെ ഭരണം മുന്നോട്ട് പോയതെങ്കിൽ അതിൽ നിന്നും പിന്മാറി വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ കൂടുതൽ നൽകുന്ന തരത്തിൽ ഈ സംസ്ഥാനത്തെ സാമ്പത്തികപരമായ പ്ലാനിംഗ് മാറുകയാണ്. കൂടുതലും ഈ ഫണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീക്കി വെക്കാനാണ് തീരുമാനം. ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുക, ലൈഫ് മിഷൻ വീടുകൾക്ക് വേണ്ടിയുള്ള ഗഡുക്കൾ വിതരണം ചെയ്യുക, ചില നിയമങ്ങൾ നേരത്തെ കർക്കശമാക്കിയിരുന്ന ചില നിയമങ്ങൾ, അതിൽ
കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ട്, ലൈസൻസുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. ഇതിലെല്ലാം തന്നെ പല ലഘൂകരണം കൊണ്ടുവരുന്നു. പെർമിറ്റ് ഫീസിലൊക്കെ പല ഇളവുകളും വരുത്തി, പെർമിറ്റ് ഫീസിൽ ഇളവ് വരുത്തി, അപേക്ഷാ ഫീസിൽ ഇളവ് വരുത്തി, ഇനി യൂസർ ഫീയിൽ ഇളവ് വരുത്താൻ പോകുന്നു. കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇളവ് വരുത്താൻ പോകുന്നു. അങ്ങനെ വിവിധ ഇളവുകൾ ഒന്നിന് പിന്നെ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് കൊണ്ടുവരികയാണ്. ഭേദഗതികൾ ഇപ്പോൾ ശരിക്കും വരിയായി വരാൻ പോവുകയാണ്. ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. കാരണം LDFന് ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി ഒരു വിധത്തിൽ പിടിച്ചു കയറാൻ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അവർ അവസരമാക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ ശ്രദ്ധയും ഈ വരാൻ പോകുന്ന വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതലായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. അവർക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇതുപോലെ തോറ്റു തുന്നമ്പാടി പിന്നിലേക്ക് പോയപ്പോൾ പാലാ ബൈ ഇലക്ഷൻ വന്നു. അന്ന് പാലാ ബൈ ഇലക്ഷനിൽ കാണിച്ച ഒരു പ്രകടനം ഈ LDFന് അന്ന് വലിയൊരു തരത്തിൽ പ്ലസ്സായി മാറി. UDF കോട്ടയായിരുന്ന പാലയിലാണ് LDF ബൈ ഇലക്ഷനിൽ ജയിച്ച് കയറി വന്നത്. കോന്നി വരെ അവർ പിടിച്ചടക്കി. പിന്നീട് വന്ന വട്ടിയൂർക്കാവ് ഇലക്ഷനിലും അവർ പിടിച്ചടക്കി. അരൂരൊക്കെ പോയെങ്കിലും അതിലൊക്കെ അവർ ബൈ ഇലക്ഷനിലൂടെ തിരിച്ചു വന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലുള്ള ഒരു സ്കോറിംഗ് ഉണ്ടാകണം എന്ന് LDF വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ ഉള്ളത്, അവിടെ സ്ഥാനാർത്ഥികൾ ഏതായാലും ശരി, അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം LDF എത്രയൊക്കെ തന്നെ ശ്രമിച്ചാലും ഇപ്പോഴുള്ള ജനകീയ വികാരം അവർക്ക് അനുകൂലമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ബാക്കിയുണ്ട്. കാരണം ഈ സ്ഥലത്തെല്ലാം തന്നെ BJP നന്നായിട്ട് അവരുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിച്ച് കഴിഞ്ഞു. ഈ പലപ്പോഴും ഇപ്പം നമുക്ക് വേറൊരു കാര്യം നമുക്ക് നോക്കുമ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പാലക്കാട് തന്നെ എടുത്തു നോക്കുക. അവിടെ സംഭവിച്ചത് ഈ BJPയെക്കാളും പിന്നിൽ ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയ ഒരു പാർട്ടിയായി CPM മാറി. CPM കോൺഗ്രസിനേക്കാളേറെ അറ്റാക്ക് ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അവർ യഥാർത്ഥത്തിൽ CPMനെ ഞെട്ടിച്ചുകൊണ്ട് അവർ മുന്നിലെത്തുകയും CPMനെ 3ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന 2 സ്ഥലങ്ങളിലും മിടുക്കരായ 2 പേരാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് നിയമസഭയിലേക്ക് വന്നത്, രാധാകൃഷ്ണനും ഷാഫി പറമ്പിലും. ചേലക്കരയിൽ നിന്ന് രാധാകൃഷ്ണനും പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലും മിന്നുന്ന വിജയം കരസ്ഥമാക്കി വന്നതിൻ്റെ പിന്നിൽ വ്യക്തിപരമായ അവരുടെ മേന്മ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കാൻഡിഡേറ്റിൻ്റെ പ്ലേസിംഗ് എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായി മാറും. രാഷ്ട്രീയ അജണ്ടകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, സ്ഥാനാർത്ഥിയുടെ മേന്മ ജനങ്ങൾ ഇപ്പോൾ കൂടുതലായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് കണ്ടു വരുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായ ചില മാനദണ്ഡങ്ങൾക്കുപരിയായി വ്യക്തിപരമായി സ്ഥാനാർത്ഥിയുടെ മേന്മ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാനദണ്ഡം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതിൽ ഇവരോടൊപ്പം തന്നെ ഈ അടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ BJPയും ഒട്ടും പിന്നിലായിരിക്കില്ല. BJP അവർക്ക് കൊള്ളാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കി തന്നെ കളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല. ഇനി UDF ക്യാമ്പുകളിൽ നിന്നും അറിയുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ, അവരുടെ സ്ഥാനാർത്ഥികളെ അവർ വളരെ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിക്കുകയും അത് രണ്ടും കൽപ്പിച്ച് ഈ 2 നിയമസഭാ മണ്ഡലത്തിലും കച്ചകെട്ടി ഇറങ്ങുകയും ചെയ്യും UDF. കാരണം ഈ UDFന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൊട്ടു പിന്നാലെ വരുന്ന ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും മേൽക്കൈ നേടണമെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF അവരുടെ ശക്തമായ സാന്നിധ്യം തെളിയിക്കേണ്ടതുണ്ട്. അവർ BJPക്കും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം
തീർച്ചയായും തൊട്ടുവരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും. അതുകൊണ്ട് അവരും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവർ അതിനു വേണ്ടിയുള്ള ചില കരുനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചില ആളുകളെ ഈ 2 മണ്ഡലങ്ങളെയും അതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടി ആളുകളെ നിയോഗിക്കുന്ന കാര്യത്തിൽ UDF മുമ്പിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ വയനാട്ടിൽ നിന്നുള്ള ഈ ദുരന്ത മുഖത്തിൽ ഇനി ഉടൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതിനെയെല്ലാം തന്നെ മാറ്റി നിർത്തിയിട്ട് പകരം രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വേദിയായി മാറും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ ഈ വയനാട് ദുരന്തത്തിന് ശേഷം രാഷ്ട്രീയപരമായ ചടുല നീക്കങ്ങളൊന്നും കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് സംഭവിച്ചിട്ടില്ലെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ ചലനങ്ങളുടെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനി ഇടതടവില്ലാതെ വരാം. അത് വന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ജനകീയപരമായ വികാരം നമുക്ക് വോട്ടെടുപ്പിൽ കാണുകയും ചെയ്യാം.